സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഉൽപ്രാപണം എപ്പോൾ, അത് മനസ്സിലാക്കാൻ ലക്ഷണങ്ങളുണ്ടോ അല്ലെങ്കിൽ അടയാളങ്ങളുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കാരണം ഇനി ലോകത്തെ ഞെട്ടിവിറപ്പിച്ചുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിൽ ചെയ്തെടുക്കാൻ പോകുന്ന ആ ഒരു വലിയ സംഭവം, ഉൽപ്രാപണം അഥവാ റാപ്ചർ, അത് സംഭവിക്കുന്നതിന് മുൻപേ വിശ്വാസികളായ നമുക്ക് അത് തിരിച്ചറിയുവാനും മനസ്സിലാക്കാനും അടയാളം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ, അതിലും മുൻപ് കർത്താവിൻ്റെ രണ്ടാം മടങ്ങി വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ചില അടയാളങ്ങൾ പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ 12 ശിഷ്യന്മാരോട് തൻ്റെ രണ്ടാമത്തെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ് കർത്താവ് പഠിപ്പിച്ചത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് ചോദിച്ചു എന്നപേക്ഷിച്ചു. അപ്പോൾ 12 ശിഷ്യന്മാർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ക്രിസ്തീയ ഗോളം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് റാപ്ചറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പലരും പഠിപ്പിക്കുന്നത്. എന്നാൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷവും അല്ലെങ്കിൽ അതിനോട് തുടർന്നുള്ള 4 സുവിശേഷങ്ങളിലും റാപ്ചർ എന്ന് പറയുന്ന വിഷയത്തെ നമ്മൾ അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കുകയില്ല. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചും കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങിവരവിനെക്കുറിച്ചും മാത്രമാണ് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ യഹൂദൻ്റെ തിരസ്കരണം മൂലം രാജ്യത്തിൻ്റെ സുവിശേഷം നിറത്തൽ ചെയ്തുകൊണ്ട് അവിടെ കൃപയുടെ ഒരു വാതിൽ, അല്ലെങ്കിൽ അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യം പൗലോസിന് വെളിപ്പെടുത്തി. ആ വെളിപ്പാടിനാൽ നമുക്ക് അറിവായി വന്നൊരു കാര്യമാണ് ഉൽപ്രാപണം എന്നുള്ളൊരു വിഷയം. എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ 2 വരവിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത, അല്ലെങ്കിൽ മത്തായി 24-ൽ പറഞ്ഞിരിക്കുന്ന പ്രത്യക്ഷതയും 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ആ രണ്ടാം മടങ്ങിവരവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ റാപ്ചറിന് വേണ്ടിയുള്ള കർത്താവിൻ്റെ മധ്യാകാശ വരവും രണ്ടും രണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ, നമുക്കൊന്നുകൂടി അത് സവിസ്തരം ചിന്തിക്കാം. അപ്പോൾ സുവിശേഷങ്ങളിൽ റാപ്ചർ തിരഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. അവിടെയെല്ലാം സെക്കൻഡ് കമ്മിങ്, മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്കതൊന്ന് വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവ് അവിടെ വളരെ വ്യക്തമായി കർത്താവിൻ്റെ രണ്ടാം മടങ്ങി വരവ് എപ്പോൾ സംഭവിക്കുമെന്നുള്ള ലോക സംഭവങ്ങളെ നിവർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ട്, ഇതെല്ലാം സംഭവിച്ചത് കാണുമ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം നിങ്ങൾ കാണും, കർത്താവിൻ്റെ വരവ് സംഭവിക്കുമെന്ന് യഹൂദന്മാരോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനിടയായിത്തീർന്നു. എന്നാൽ ആ വരവും ഇപ്പോൾ നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ വായിച്ച കർത്താവിൻ്റെ ആ പ്രത്യക്ഷതയെക്കുറിച്ച്, ആ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി വരുന്ന ആ വരവ് എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന റാപ്ചറിന് വേണ്ടിയുള്ള വരവ്. അപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതും, അല്ലെങ്കിൽ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വരവും, ഇവിടെ പൗലോസിൻ്റെ ലേഖനത്തിൽ കർത്താവിൻ്റെ മറ്റൊരു വരവിനെ കൂടി കുറിച്ച് അഡീഷണലായി പറഞ്ഞിരിക്കുകയാണ്. ആ വരവിനെയാണ് നമ്മൾ റാപ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തീയ ഗോളം ഇത് മനസ്സിലാക്കാതെ ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്ത് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാതെ, അല്ലെങ്കിൽ റൈറ്റ്ലി ഡിവൈഡ് ചെയ്യാതെ 2 കാര്യങ്ങളെക്കുറിച്ചും ഇത് ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഇതെല്ലാം റാപ്ചറാണ് എന്ന് പറയുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. അപ്പോൾ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത വേറെ, റാപ്ചറിനുള്ള വരവ് വേറെ. ഇത് രണ്ടും രണ്ടായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ ആധാരമായി എടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, ഉൽപ്രാപണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മിസ്റ്ററി ഗോസ്പലിൽ പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തിയ മധ്യാകാശ വരവിന്, ഈ റാപ്ചറിന് വേണ്ടിയുള്ള കർത്താവിൻ്റെ വരവിന് എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ, നമുക്കതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. അനേകം അടയാളങ്ങളും തെളിവുകളും അല്ലെങ്കിൽ ഉപദേശങ്ങളും
പൗലോസിൻ്റെ 13 ലേഖനങ്ങളിലും അല്ലെങ്കിൽ വെളിപ്പാട് 6-ാം അധ്യായമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ചുള്ള കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്നത് ഉൽപ്രാവണത്തിന് വേണ്ടിയുള്ള വരവാണ്. നമ്മൾ കാത്തിരിക്കുന്നത് യഹൂദൻ്റെ പ്രത്യാശ പോലെ കർത്താവ് ഇവിടെ മഹത്വത്തിൽ പ്രത്യക്ഷത ചെയ്ത് 1000 ആണ്ട് വസിക്കുന്നതിന് വേണ്ടി വരുന്നൊരു വരവിലല്ല നമ്മുടെ പ്രത്യാശയിരിക്കുന്നത്. മറിച്ച് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന് വിശ്വസിക്കുകയും അല്ലെങ്കിൽ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് പ്രകാരം കൃപയുടെ സുവിശേഷം അനുസരിച്ച് ഈ കാലഘട്ടത്തിൽ ജാതികൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഈ കാലാവധിയിൽ ആരൊക്കെ വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയായി തീരുന്നുവോ അവരെ ചേർക്കുവാൻ കർത്താവ് മധ്യാകാശത്തിൽ വരും. ആ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന വിശുദ്ധ സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, നാം ആ വരവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും കർത്താവിൻ്റെ റാപ്ചറിലാണ്, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലല്ല. കാരണം നമുക്ക് പ്രയോജനമുള്ള വരവ് വരുന്നത് മധ്യാകാശത്തിൽ നമ്മെ ചേർക്കുവാൻ തെസലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിരുന്നത് പോലെയുള്ള ആ റാപ്ചറിന് വേണ്ടിയുള്ള വരവാണ് എന്നുള്ളതിൻ്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കണം. നമുക്കത് നമുക്കൊന്ന് വായിക്കാം. കർത്താവിൻ്റെ റാപ്ചറിന് വേണ്ടിയുള്ള വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ എന്തെങ്കിലും മുന്നറിയിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. കൃത്യമായി വചനാടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം എവിടെ എത്തിയിരിക്കുന്നു, ഇനി അധികം താമസമില്ല കർത്താവിൻ്റെ ആ റാപ്ചറിന് വേണ്ടിയുള്ള വരവിന് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കാലമെടുത്തിരിക്കുന്നു, ഇനി അധികം സമയങ്ങളില്ല. ഈ അന്ത്യകാലം എന്ന് പറയുന്ന ഈ അന്ത്യകാലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. നമുക്കതിനെക്കുറിച്ചൊന്ന് പഠിക്കാം. 1 തിമോത്തിയോസ് 4:1 വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് ബോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. പൗലോസ് വളരെ വ്യക്തമായി പറയുകയാണ്, ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ചുകൊണ്ട് എന്ത് സംഭവിക്കും? ബോഷ്കു പറയുന്നവരുടെ കപടത്താൽ, അതായത് സുവിശേഷ സത്യമല്ല പറയുന്നത്, ബോഷ്കു പറയുന്ന ചില കപട കാര്യങ്ങളാൽ എന്ത് സംഭവിക്കും? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ നിർമ്മല വിശ്വാസം ത്യജിച്ചിട്ട് അവർ മാറിപ്പോകുവാൻ ഇടയായിത്തീരും. അത് ഭാവി കാലത്ത് അല്ലെങ്കിൽ ആ ഒരു അന്ത്യകാലത്തോട് അനുബന്ധിച്ചത് സംഭവിക്കുന്നത് കാണുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം എന്നുള്ളൊരു ആഹ്വാനം നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട്. തന്നെയുമല്ല 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 തിമോത്തിയോസിൻ്റെ ലേഖനം, അവിടെ 3-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. അതിൻ്റെ 1 മുതൽ താഴേക്ക് വായിക്കാം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അപ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിഞ്ഞുകൊള്ളാൻ പറയുകയാണ്. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാഷ്ടിക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അപ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. തന്നെയുമല്ല, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള കാപട്യവും നിറഞ്ഞൊരു ലോകത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുന്നൊരു സമയം, അത് അന്ത്യകാലമായിട്ട് കണക്കാക്കുവാൻ നമുക്ക് ഈ തിരുവചന ഭാഗത്തു നിന്ന് ആഹ്വാനം ലഭിക്കുന്നുണ്ട്. തന്നെയുമല്ല, ആത്മീക ഗോളത്തിൻ്റെ ഒരു നിലവാരം ഇവിടെ പറയുകയാണ്. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി നിന്നുകൊണ്ട് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കും. നമ്മുടെ രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്ന ദൈവശക്തി എന്താണ്? 1 കൊരിന്ത്യർ ലേഖനം 1:18 പറയുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, വിശ്വസിക്കുന്ന നമുക്കോ അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാകുന്നു. അപ്പോൾ ഈ സുവിശേഷം തിരസ്കരണം ഇവിടെ പറയുന്നു, ദൈവപ്രിയമില്ല, അല്ലെങ്കിൽ അവർക്ക് ദൈവവുമായിട്ട് ദൈവത്തിൻ്റെ യാതൊരു പ്രീതിയും അവർക്കില്ല, മറിച്ച് അവർ ഭോഗപ്രിയരാണ്. ഈ ലോകത്തിലെ സമ്പത്ത്, സ്വത്ത്, പണം, എൻജോയ്മെൻറ്റ്, ഇതിൻ്റെ പുറകെ നടക്കുന്ന ഒരു ആത്മീക നേതൃത്വങ്ങൾ അല്ലെങ്കിൽ ആത്മീക കൂട്ടം. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ഭക്തിയുടെ വേഷമുണ്ടായിരിക്കും. ഭക്തിയുടെ ഒരു വേഷം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങളിലും ഭംഗിയായിട്ടൊരു ഭക്തൻ ചേർന്നതായിട്ടുള്ള വേഷങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ സത്യത്തെ ത്യജിച്ചുകൊണ്ടായിരിക്കും. ഈ സത്യസുവിശേഷം, കൃപയുടെ സുവിശേഷത്തെ ത്യജിച്ചുകൊണ്ടായിരിക്കും ഇവരുടെ പ്രവൃത്തികൾ എന്നുള്ളത് അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് മനസ്സിലാക്കുവാൻ പൗലോസോട് പറയുകയാണ്. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഇതിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് പറയുകയാണ്, അവരെ വിട്ടൊഴിയുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയം വരുമ്പോൾ ഓർത്തുകൊള്ളുക. നമുക്കറിയാം,
നമ്മുടെ 10-20 കൊല്ലം മുൻപുണ്ടായിരുന്നൊരു അവസ്ഥയല്ല നമ്മുടെ ഈ കേരളത്തിൽ. വളരെയേറെ അനർത്ഥങ്ങളും ക്രൂരമായ സംഭവങ്ങളും ഇവിടെ പറയുന്നത് കേട്ടോ. വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രിയന്മാർ, ഉഗ്രന്മാർ, ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള പ്രവൃത്തികളെ ചെയ്യുന്ന ഉഗ്രന്മാരുള്ളൊരു കാലഘട്ടമാണ് അല്ലേ. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തു പോകുമ്പോൾ വീട് പൂട്ടിയിടാറില്ല. കാരണം ഇപ്പോൾ പൂട്ടാതെ പോയി കഴിഞ്ഞാൽ എപ്പോൾ കള്ളന്മാർ കയറിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അതുപോലെ പണ്ടുള്ള ഒരു സേഫ്റ്റി സെക്യൂരിറ്റി ഒന്നും നമുക്കില്ലാത്തത് കൊണ്ട് ഉഗ്രന്മാരെ കൊണ്ട് പൊറുതിമിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ ആനുകാലിക സംഭവങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അന്ത്യകാലത്തെ ദുർഘട സമയങ്ങളിലാണ് നമ്മൾ പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് താഴേക്ക് കുറച്ചുകൂടി വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ തന്നെ എഫെസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അതിലൊരു പോരാട്ടമുണ്ട്. അല്ലെങ്കിൽ സഭ എന്തിനോടൊക്കെ പോരാടി ജയിക്കണം, എങ്ങനെ പോരാടി ജയിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് എഫെസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. 13-ാം വാക്യം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. ദൈവത്തിൻ്റെ സർവായുധ വർഗം, കൃത്യമായി ദൈവവചന പ്രകാരമുള്ള സർവായുധ വർഗം നമ്മൾ ധരിച്ചാൽ ആ ദുർദിവസങ്ങളിൽ പിടിച്ചു നിൽക്കാനും എതിരാളികളെ നമ്മൾക്ക് എതിർപ്പാനും, മീൻസ് അതിനെ ആത്മീകമായി നമ്മളതിനെ നേരിട്ടുകൊണ്ട് നമ്മൾ ജയത്തിലേക്ക് പോകുവാനും ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സർവായുധ വർഗവും ധരിക്കണം. കാരണം നമുക്കൊരു പോരാട്ടമുണ്ട് സാത്താനിക സേനകളോടും അധികാരികളോടും. എന്ന് പറഞ്ഞാൽ സാത്താനിക അധികാരത്തിൻ്റെ കീഴിൽ വരുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ ശല്യപ്പെടുത്തുന്ന എല്ലാത്തിൽ നിന്നും ഉപദ്രവങ്ങൾ നേരിടുമ്പോൾ അതിനെ അതിജീവിച്ച് പോകണമെങ്കിൽ കൃത്യമായിട്ടുള്ള ദൈവവചന ഉപദേശത്തിൽ നിൽക്കണം, ദൈവത്തിൻ്റെ സുവിശേഷത്തിൽ നിൽക്കണം, ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണമെന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ തന്നെ റാപ്ചറിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1 തിമോത്തിയോസ് 4-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. 1 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അപ്പോൾ ഭാവി കാലത്ത്, അല്ലെങ്കിൽ തുടർന്നുള്ള പൗലോസ് പറയുകയാണ്, ഇനി അവസാന കാലഘട്ടത്തിൽ ഭാവി കാലത്ത് നിങ്ങൾക്ക് ഇന്നതുപോലെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. താഴേക്ക് വായിക്കുകയാണ്. അവർ പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും തെറ്റായ കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചിട്ട് തിമോത്തിയോസിനോട് പൗലോസ് ഉപദേശിക്കുകയാണ്, ഇവയെല്ലാം ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം, നീ നിന്നെ തന്നെയും നിൻ്റെ ഉപദേശത്തെയും നീ ശ്രദ്ധിക്കണം, അങ്ങനെ നിൻ്റെ ശ്രോതാക്കളെ നീ നേടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉപദേശിക്കുകയാണ്. പിന്നീട് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് അനേകം കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തന്നെയുമല്ല 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കെട്ടുകഥ കേൾക്കുവാൻ തിരിയുന്നൊരു കാലം വരുമെന്ന് വ്യക്തമായി പൗലോസോട് പറയുകയാണ്. നമുക്കതൊന്ന് വായിക്കാം. 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടക്കന്മാരെ പെരുക്കും. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിനും നിർബന്ധനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിർബടിയായി നിവർത്തിക്കാം. ഇവിടെ പൗലോസ് വളരെ വ്യക്തമായി പറയുകയാണ്, അന്ത്യകാലത്ത് അല്ലെങ്കിൽ ഭാവി കാലത്ത് എന്ത് സംഭവിക്കും? അവർ പത്യോപദേശം പൊറുക്കാതെ, പത്യോപദേശം സത്യമായ വചനം കേൾക്കുവാൻ ഇഷ്ടപ്പെടാതെ വരികയും അപ്പോൾ തന്നെ കർണരസമായതും സ്വന്തം മോഹങ്ങൾക്കും ഒത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്നൊരു കാലം. എന്ന് പറഞ്ഞാൽ കർണരസം എന്ന് പറഞ്ഞാൽ ചെവിക്ക് കേൾക്കുവാൻ ഇഷ്ടമുള്ള തരത്തിൽ പ്രസംഗിക്കുന്ന ആളുകളെ അവർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണമുള്ള പ്രബോധകരെ വിളിച്ചു കൂട്ടി പ്രസംഗിപ്പിക്കുന്നൊരു കാലം വരും എന്നാണ് പൗലോസ് പറയുന്നത്.
പൗലോസിൻ്റെ സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ കർണരസമായതൊന്നുമില്ല, ഈ ലോകപരമായതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ പറയുന്നില്ല. നിത്യതയോടുള്ള ബന്ധത്തിൽ ആണ് കർത്താവിൻ്റെ ദാസൻ പല കാര്യങ്ങളും നമ്മളെ ഉപദേശിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇവിടെ പൗലോസ് പറയുകയാണ്, ഇങ്ങനെയുള്ളവർ കടന്നു വന്നു കഴിയുമ്പോൾ സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം. ഇന്ന് നമുക്കറിയാം, ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യം ആത്മീയ ഗോളത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു കെട്ടുകഥയാണെങ്കിലും അതിൻ്റെ പുറകെയാണ് ആളുകൾ മുഴുവനും. നമ്മൾ ഈ പറയുന്ന സത്യസുവിശേഷം കേൾക്കുവാൻ 1000-1500 പേര് മാത്രം കൂടി വരുമ്പോൾ ഒരു വ്യാജമായ ഒരു അടയാളം സംഭവിച്ചു. ഈ ഉദാഹരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സഭയിൽ സംഭവിച്ച അപ്പം മാംസമായി എന്ന് പറയുന്ന ഒരു സംവിധാനം, അത് കാണുവാൻ വേണ്ടി ആയിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കണ്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അത്ഭുതം നടന്നു എന്ന് കേൾക്കുന്നിടത്തേക്ക് അതേ അനേകർ ഓടുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സത്യത്തിന് ചെവി കൊടുക്കാൻ നേരമില്ല. ഈ പറയുന്ന സത്യസുവിശേഷം കേട്ട് രക്ഷപ്പെടുവാനായിട്ട് മനസ്സില്ല, മറിച്ച് ഈ കെട്ടുകഥ കേൾപ്പാനും അല്ലെങ്കിൽ കർണരസമായത് കേൾക്കുവാനും ഓടുന്നൊരു കാലഘട്ടം വരും. നമുക്കറിയാം, നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടം റാപ്ചറിന് മുൻപ് അടയാളമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. റാപ്ചറിന് മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് ലോകം നിറയുമ്പോൾ, കാപട്യം കൊണ്ടും ദുരുപദേശം കൊണ്ടും മറ്റും ഈ ലോകം നിറയുമ്പോൾ, മനുഷ്യൻ്റെ ആഗ്രഹം മുഴുവനും ഈ ലോകപരമായി എങ്ങനെയെങ്കിലും ഒന്ന് പച്ചപിടിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം വിട്ട് അതിൻ്റെ പുറകെ ഓടുവാനുള്ളൊരു വ്യഗ്രതയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെട്ടുകഥ കേൾക്കുവാനും ഏതെങ്കിലും അത്ഭുതത്തിൻ്റെ അടയാളത്തിൻ്റെ പുറകെ കണ്ടാലത് ഓടുവാനുമുള്ള ത്വര പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യലോകത്തെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ ഇവിടെ പറയുകയാണ്, അങ്ങനെ ഉണ്ടാകുന്നൊരു കാലഘട്ടം വരും. അപ്പോൾ പറയുകയാണ്, നീയോ സകലത്തിലും നിർബന്ധനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിർബടിയായി നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം കണ്ടാലും സത്യം ഗ്രഹിക്കുന്നവർ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ ആ സുവിശേഷകന്റെ കഷ്ടം സഹിച്ച് ഈ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കുക. നീ നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും നീ സൂക്ഷിക്കുക. അങ്ങനെ നിന്റെ കേൾവിക്കാരെ നീ നേടുമെന്ന് ആ കഷ്ടം സമയത്തും അല്ലെങ്കിൽ അനുഭവിക്കുന്ന അന്നത്തെ കാലത്ത്, അതായത് അപ്പസ്തോലൻ ജീവിച്ചിരുന്ന കാലത്ത് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോഴും പറയുകയാണ്, ആ കാലഘട്ടത്തിലുണ്ടായ കഷ്ടത്തെ അതിജീവിക്കണമെങ്കിൽ പറഞ്ഞതനുസരിച്ചുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുക. ഇന്ന് നമ്മളോടും ഈ വചനം സംസാരിക്കുകയാണ്. അന്ത്യകാലത്ത് വരുമ്പോൾ ദുർഘട സമയങ്ങൾ വരും, സ്വസ്നേഹികളുണ്ടാകും, അല്ലെങ്കിൽ ഉഗ്രന്മാരുണ്ടാകും. അങ്ങനെ ഈ ലോകം മുഴുവനും വളരെ ഒരു പ്രയാസം നിറഞ്ഞൊരവസ്ഥയിലേക്ക് കടന്നുപോയാലും ഈ സത്യം മനസ്സിലാക്കി ഗ്രഹിച്ച് അതിൽ തന്നെ ഇരുന്നു കൊള്ളുക, അത് തന്നെ പ്രസംഗിച്ചു കൊള്ളുക. അങ്ങനെ ഒരു ചുരുക്കം പേരെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ നമ്മൾ റാപ്ചറിന് മുൻപ് എന്തൊക്കെ സംഭവിക്കുമെന്നാണ് പറഞ്ഞത്? ദുരുപദേശം മൂലം വിശ്വാസം ത്യജിക്കും, ഭാവി കാലത്ത് ദുർഘട സമയം വരും, അല്ലെങ്കിൽ ദുരുപദേശമുണ്ടാകും, ദുർഘട സമയം വരും എന്ന് ചുരുക്കം നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ തന്നെ ദുർദിനത്തിൽ പിടിച്ചു നിൽക്കുവാൻ, നമുക്ക് പോരാട്ടമുള്ളവരോട് ജയിക്കുവാൻ കർത്താവിൻ്റെ സർവ്വായുധ വർഗവും നമുക്ക് ധരിക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെ കെട്ടുകഥ കേൾക്കുവാൻ തിരിയുന്ന കാലം, കർണരസമായത് പ്രസംഗിക്കുന്നവരിലേക്ക് തിരിയുന്നൊരു കാലം വരും. ഇതെല്ലാം തന്നെ എത്തി നിൽക്കുന്ന, അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, കർത്താവിൻ്റെ വരവിന് അധികം സമയമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. നമുക്ക് തുടർന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത്, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്നും അവർ വിപരീത ഉപദേശം പ്രസംഗിച്ച് ശിഷ്യന്മാരെ അവർ വലിച്ചിഴച്ച് കൊണ്ടുപോകുമെന്ന് ക്രൂരരായ ചെന്നായ്ക്കൾ പ്രവേശിക്കുമെന്നും പൗലോസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം, ആവർത്തന പുസ്തകം മോശയുടെ കാലത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് മോശയും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആവർത്തനം 31:16, 31:27, 31:29 വാക്യം. ഇവിടെയെല്ലാം മോശ പറയുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേ നിങ്ങൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എൻ്റെ വേർപാടിന് ശേഷം എത്രയോ അധികം. പൗലോസ് പറഞ്ഞ അതേ കാര്യം തന്നെ മോശ പറയുകയാണ്. അപ്പോൾ പൗലോസ് മുന്നറിയിപ്പ് തന്നത് അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ തന്നെ അത് ഉറപ്പിക്കുവാൻ വേണ്ടി മോശയുടെ ജീവിതകാലത്ത് മോശ പറഞ്ഞ കാര്യങ്ങൾ, എൻ്റെ നിര്യാണത്തിന് ശേഷം ഇസ്രായേലെ നിങ്ങൾ വഷളായി പോകും, അതുകൊണ്ട് ഇന്ന അനർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് കടന്നു വരും എന്ന് പറഞ്ഞത് കൃത്യമായി ചരിത്രത്തിൽ നടന്നതായ സംഭവങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വാക്യം നമുക്കൊന്നുകൂടി വായിക്കാം. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് റാപ്ചറിന് വേണ്ടിയുള്ള മുന്നറിയിപ്പുകളാണ്. അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ ചില മുന്നറിയിപ്പുകളെ കണ്ട് അതിനുവേണ്ടി ഒരുങ്ങുവാനാണ് ആഹ്വാനം. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ 1 തിമോഥെയോസ് 4:1, 2 തിമോഥെയോസ് 3:1 മുതൽ 5 വരെ, എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12 മുതൽ 13 വരെ, 2 തിമോഥെയോസ് 4-ാം അധ്യായം 1 മുതൽ 5 വരെ
ഇത്രയും കാര്യങ്ങൾ നമ്മൾ വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നത്. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കുള്ള മുന്നറിയിപ്പുകളാണ്. അപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ സഭ അനുഭവിക്കേണ്ട കഷ്ടങ്ങളിൽ കൂടി, ആ കഷ്ടങ്ങൾ എന്താണെന്ന് കൂടിയും നമുക്ക് തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ക്രിസ്തുവിൻ്റെ സഭ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടങ്ങളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 35 മുതൽ താഴേക്ക് നമുക്ക് വായിക്കണം. അത് 35 മുതൽ 39 വരെ വായിക്കുമ്പോൾ അതിൻ്റെ സമയം ചുരുക്കുവാൻ വേണ്ടി ഞാനതിൻ്റെ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ മാത്രം ഞാനൊന്ന് പറഞ്ഞു തരാം. എന്ന് പറഞ്ഞാൽ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 39 വരെ അവിടെ പറയുകയാണ്: കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, മരണം, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇപ്പോഴുള്ളതും വരാനുള്ളതും, ആഴത്തിനോ ഉയരത്തിനോ, ഇത്രയും സംഭവങ്ങളുടെ ഒരു പ്രതികൂലം എന്ന് പറഞ്ഞാൽ കഷ്ടതയുണ്ട്, സങ്കടമുണ്ട്, ഉപദ്രവമുണ്ട്, പട്ടിണിയുണ്ട്, നഗ്നതയുണ്ട്, ആപത്തുണ്ട്, വാളുണ്ട്, മരണമുണ്ട്. അപ്പോൾ തന്നെ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും ആക്രമണങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോഴുള്ളതുകൊണ്ട് ഇനി കർത്താവിൻ്റെ വരവ് വരെ, റാപ്ചർ വരെ സംഭവിക്കാൻ ഇനി ദിവസങ്ങളുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ സഹിക്കേണ്ട വരാനിരിക്കുന്ന ചില കഷ്ടങ്ങളുമുണ്ട് എന്നിവിടെ പറയുകയാണ്. ഇവിടെ പറയുന്നു ആഴത്തിനോ ഉയരത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേനയുള്ള കഷ്ടങ്ങളിലൂടെ നമ്മൾ കടക്കേണ്ടി വരും. എന്നാൽ ഈ കഷ്ടമൊക്കെ സഹിക്കേണ്ടി വന്നാലും 39-ാം വാക്യത്തിൽ പറയുകയാണ്: കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും കഷ്ടങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ കടന്നു പോകേണ്ടി വന്നാലും, അല്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ തന്നെ അല്ലേ, നമുക്കറിയാം അതിൻ്റെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം അത് നമ്മളിൽ ഉള്ളതിടത്തോളം കാലം ഇതിലൊന്നും നമ്മൾ പരാജയപ്പെടില്ല എന്നാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കുള്ള കഷ്ടതകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ചിന്തിച്ചുവെങ്കിലും എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ 12-17 വാക്യങ്ങളിൽ പറയുകയാണ് ദുർദിവസങ്ങളുണ്ടാകും. 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യത്തിൽ പറയുകയാണ് യഹൂദന്മാരിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കഷ്ടത ഇത് ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്കൊരു അടയാളമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഫിലിപ്പിയ ലേഖനം 1-29 വാക്യം കഷ്ടത അനുഭവിപ്പാൻ വരം നൽകിയിരിക്കുന്നു എന്ന് കാണുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ഈ 2000 വർഷമായിട്ട് അനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങൾ നിരവധിയാണ്. ആ കഷ്ടങ്ങളെ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ കടന്നുപോയ വഴികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, മരണം എന്ന് പറഞ്ഞ സാത്താൻ്റെ ആക്രമണങ്ങൾ, ഇതെല്ലാം തന്നെ ഉപദ്രവത്തോടു കൂടെയുള്ള കഷ്ടങ്ങൾ. ക്രിസ്തുവിനോട് കൂടെ ഐക്യപ്പെട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ കഷ്ടമുണ്ടാകും, ഉപദ്രവമുണ്ടാകുമെന്നും 2 തിമോഥെയോസ് 3:12 പറയുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. ഈ ഉപദ്രവം ആരിൽ നിന്നൊക്കെ ഉണ്ടാകും? വിശ്വാസ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഒരു വാക്യം മാത്രം ഒന്ന് വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യം അന്നത്തെ കാലത്തുണ്ടായ കഷ്ടത്തെക്കുറിച്ച്, പൗലോസ് ജീവിച്ചിരുന്ന കാലത്തെക്കുറിച്ചുണ്ടായ കഷ്ടത്തെക്കുറിച്ച് പറയുകയാണ്. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു, എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. ഇവിടെ പൗലോസ് കൃപയുടെ സുവിശേഷം പ്രസംഗിച്ച് നടക്കുമ്പോൾ ജാതികൾക്ക് വേണ്ടിയുള്ളൊരു രക്ഷ കർത്താവ് അപ്പോസ്തലനായ പൗലോസിനെ എടുത്ത് ജാതികളുടെ അപ്പോസ്തലനാക്കി അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം അത് ജാതികളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രസംഗിക്കുമ്പോൾ സ്വന്തം ജനമായ ഇസ്രായേലിയർ ഇതിനെതിരെ തിരിയുകയാണ്, ജാതികളുടെ രക്ഷയെ തടുക്കുവാൻ ശ്രമിക്കുകയാണ്. എന്ന് പറയുമ്പോഴവരെ നമ്മൾ ഈ കൃപയുടെ സുവിശേഷം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിരോധം പറയുന്നത് ആരാണ്? അന്യ മതത്തിലുള്ള ഒരു പ്രിയപ്പെട്ടവരുമല്ല നമ്മെ എതിർക്കുന്നത്. ഈ ബൈബിൾ കയ്യിലിരിക്കുന്ന പണ്ഡിതന്മാരും അല്ലെങ്കിൽ ദുരുപദേശത്തിൽ പെട്ടുപോയിരിക്കുന്ന ചിലരുമാണ് നമ്മൾ പറയുന്ന ഈ വചനത്തെ എതിർക്കുന്നത്. ഈ സത്യത്തെ അവർ എതിർക്കുകയാണ്. അന്ന് പൗലോസിന് സ്വന്തം ജനത്തിൽ നിന്നുണ്ടായ ആ ആക്രമണം പോലെ തന്നെ നമുക്കും ഈ സത്യം പറയുമ്പോൾ
ഈ ക്രിസ്തീയ ഗോളത്തിൽ നിന്ന് തന്നെ വളരെ എതിർപ്പുകൾ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റാപ്ചറിന് മുന്നേ അടയാളങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും അനേകം കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു എന്നൊക്കെയും പൗലോസ് പറയുമ്പോൾ കഷ്ടമില്ലാതെയല്ല ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ മുന്നോട്ട് പോകുന്നത്. പൗലോസ് തൻ്റെ ലേഖനത്തിൽ ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു പരിപൂർണത നമുക്ക് പിന്നീട് കാണുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വെളിപ്പെടുത്താത്ത ഒന്നായിരുന്നു റാപ്ചർ എന്നൊരു സംഭവം. എന്നാൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയതിനു ശേഷം പൗലോസ് എന്ന അപ്പോസ്തലനെ ദൈവം തിരഞ്ഞെടുത്ത് പൗലോസിന് ദൈവം എന്ത് ചെയ്തു? റാപ്ചറിനെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തു, അല്ലേ? അപ്പോൾ ഭൂമിയിലായിരിക്കുമ്പോൾ വെളിപ്പെടുത്താത്തത് കർത്താവ് സ്വർഗത്തിൽ പോയി വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ പൗലോസിനും വെളിപ്പെടുത്തി കൊടുക്കാത്ത ചില കാര്യങ്ങൾ ഒടുവിൽ പിതാവായ ദൈവം ക്രിസ്തുവിന് കൊടുക്കുകയും ക്രിസ്തു അത് തൻ്റെ ദൂതന് കൊടുക്കുകയും ദൂതൻ അത് യോഹന്നാന് കൊടുക്കുകയും ചെയ്തു എന്നാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രസീവ് റെവലേഷൻ മനുഷ്യർക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിലും ഈ ലോകത്തോടുള്ള ബന്ധത്തിലും യഹൂദനോടുള്ള ബന്ധത്തിലും ദൈവം കൊടുക്കുകയാണ്, അഡീഷണൽ റെവലേഷൻ കൊടുക്കുകയാണ്. അങ്ങനെ പൗലോസിന് കൊടുത്തതിലും അപ്പുറത്തേക്കുള്ള ചില വെളിപ്പാടുകൾ ആർക്കാണ് കൊടുത്തത്? അത് യോഹന്നാന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി ദൈവം നിയോഗിച്ച അപ്പസ്തോലൻ പൗലോസാണ്. പൗലോസ് പറഞ്ഞു, ഇന്ന കാര്യങ്ങളൊക്കെയും ദുർഘട സമയങ്ങൾ വരും, ദുരുപദേശം വരും, നമുക്ക് പോരാട്ടമുണ്ട്, നമുക്ക് ഇതെല്ലാം കഷ്ടതകളുണ്ട്, പട്ടിണിയുണ്ട്, ഉപദ്രവമുണ്ട്, വാളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിനെയൊക്കെയും നമുക്ക് ജയിച്ച് ദൈവം നമ്മെ ശക്തീകരിക്കും, നമ്മളിതിനെല്ലാം ജയിക്കും, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ല എന്നുള്ള ഉപദേശം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ആ ഉപദേശത്തിൽ നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലന് അതിൻ്റെ റിയാലിറ്റി വരും കാലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെയാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരേണ്ടി വരും. കാരണം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതാണ്, വെളിപ്പാട് 6-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 6:2 ഒരു വെള്ളക്കുതിര ജൈത്രയാത്ര ചെയ്യുകയാണ്. നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ചു. വെള്ളക്കുതിര, ആ ജൈത്രയാത്ര ചെയ്യുന്ന വെള്ളക്കുതിര ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണ്, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്ന, നമ്മളെ ജയത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു കുതിരയാണ് അവിടെ വെള്ളക്കുതിരയായി കാണുന്നത് എന്നുള്ളത് ഞാൻ പറയുവാനിടയായിത്തീർന്നു, അല്ലെങ്കിൽ അനുബന്ധിച്ച് നമുക്ക് ചിന്തിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ അതിനുശേഷം മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ AD 95 മുതൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആ വെള്ളക്കുതിരയുടെ പുറത്ത്, അല്ലെങ്കിൽ ആ വെള്ളക്കുതിരയോട് ചേർന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ ജൈത്രയാത്രയിലേക്ക് നയിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിനെ മുഴുവനും മൊത്തത്തിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ അത് ആൻറ്റി ക്രൈസ്റ്റ് അല്ല, ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ് എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ജൈത്രയാത്ര മുന്നോട്ട് പോകുമ്പോൾ ആ ബോഡി ഓഫ് ക്രൈസ്റ്റിന് അനുഭവിക്കേണ്ടി വരുന്ന ചരിത്രത്തിൽ കഴിഞ്ഞുപോയ 2000 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റിന് അനുഭവിക്കേണ്ടി വരുന്ന ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായി യോഹന്നാൻ മുൻകൂട്ടി വെളിപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ പ്രവചിച്ചിരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 6:4 വാക്യത്തിൽ ചുമന്ന കുതിരയെ കാണുന്നു. അപ്പോൾ ഇതാ വാള്, അസമാധാനം, ചിലരെ കൊന്നുകളയുന്ന തരത്തിലുള്ള പീഡകൾ അവിടെ വരുന്നുണ്ട്. മനസ്സിലായോ? വാളുകൊണ്ടും അസമാധാനം കൊണ്ടും കൊല്ലുന്നത് കൊണ്ടും അനേകം വിശ്വാസികളല്ലാത്തവരും കൊന്നുപോയ ഒരു ചരിത്രത്തിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ അതിനെ അതിജീവിച്ച് മുന്നോട്ട് കടന്നു വന്നിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ പൂർവികന്മാർ അത് അനുഭവിച്ചു. എന്നാൽ അതിലൂടെ ക്രിസ്തുവിൻ്റെ സഭയെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണല്ലോ. ചിലർ മരിച്ചു പോയിട്ടുണ്ട്, ചിലർ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്, അല്ലേ? അങ്ങനെ സംഭവങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 6:5 വാക്യത്തിൽ കറുത്ത കുതിരയാണ് കാണുന്നത്. ക്ഷാമം, കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ എത്രയോ ക്ഷാമങ്ങൾ ഈ ലോകത്തിലുണ്ടായി. അതിനെയും ക്രിസ്തുവിൻ്റെ ശരീരമാവുന്ന സഭ ഈ വെള്ളക്കുതിരയുടെ സഹായത്തോടുകൂടെ ദൈവത്തിൻ്റെ ആ കരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നമ്മൾ വിജയിച്ച് മുന്നേറി പോവുകയാണ്. അപ്പോൾ തന്നെ 6:8 വാക്യത്തിൽ പറയുകയാണ് മഞ്ഞക്കുതിര, അവിടെ മരണം, വാള്, ക്ഷാമം, പകർച്ചവ്യാധി, കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്താൽ, ഇവ മൂലം മരണത്താലും വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ട് കാട്ടുമൃഗങ്ങളെ കൊണ്ട് 4/1 മരിക്കുന്നൊരു സിറ്റുവേഷൻ. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഭൂമിയിൽ നിന്ന് 4/1 മനുഷ്യർ മരിച്ചു പോകും. ഇതിനിടയിലും വിശ്വാസികളും മരിച്ചിട്ടുണ്ട്, അവിശ്വാസികളും മരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാൻ എന്ന് പറഞ്ഞാൽ AD 95 മുതൽ ഇന്ന് 2024 വരെ സംഭവിച്ച ഈ ചുവന്ന കുതിരയുടെയും കറുത്ത കുതിരയുടെയും മഞ്ഞക്കുതിരയുടെയും അവരുടെ പ്രത്യക്ഷത മൂലം സംഭവിച്ച വാള്, അസമാധാനം, കുലപാതകം, ക്ഷാമം, മരണം, പകർച്ചവ്യാധി,
അല്ലെങ്കിൽ കാട്ടുമൃഗം എന്നിവയാൽ ഉള്ള ആക്രമണത്തിൽപ്പെട്ട് അല്ലെങ്കിൽ അതിലൂടെയൊക്കെയും ഈ ചരിത്രം, ഈ ലോകം മുന്നോട്ട് പോയി അതിലൂടെയും ദൈവം ആ സാഹചര്യത്തിലൂടെ ഒക്കെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ പണിതെടുത്ത് ദൈവം ഈ വെള്ളക്കുതിരയിലൂടെ തുടങ്ങിയ ജൈത്രയാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, വെള്ളക്കുതിര ആൻറ്റി ക്രൈസ്റ്റ് അല്ല, അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ജൈത്രയാത്രയ്ക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു കുതിരയാണ്. അത് ജയിക്കുവാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നവനാണ്. അത് ജയത്തിൽ നിന്നും ജയത്തിലേക്ക് പോകാനുള്ളവനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജയിച്ചെവിടെ നിൽക്കും എന്നുള്ളത് യോഹന്നാന് വെളിപ്പാട് ദൈവം കൊടുത്തിട്ടുണ്ട്. നമുക്കത് കൂടി ഒന്ന് പരിശോധിക്കാം. അപ്പോൾ തന്നെ 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് രക്തസാക്ഷികളുടെ കൂട്ടമായൊരു മരണത്തെയാണ് നമ്മളവിടെ കാണുന്നത്. നമുക്കെങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അതായത് വെള്ളക്കുതിരയുടെ പുറത്ത് കയറി അല്ലെങ്കിൽ യാത്ര തുടങ്ങിയ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ചുവന്ന കുതിരയുടെ ആക്രമണത്താലും അല്ലെങ്കിൽ കറുത്ത കുതിര വന്നപ്പോഴും മഞ്ഞക്കുതിര വന്നപ്പോഴും ഉണ്ടായ സംഭവ ബഹുലമായ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും അതിജീവിച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇതാ 5-ാം മുദ്ര പൊട്ടിക്കഴിഞ്ഞപ്പോൾ രക്തസാക്ഷികളുടെ മരണങ്ങളെ നമ്മളവിടെ കാണുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരാനുള്ളതോ, ഇനി വരാനുള്ള സംഭവങ്ങളെ പറയുകയാണ്. ആ കഷ്ടതയും പ്രയാസത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ജനം ഇനി ചെന്ന് ചാടാൻ പോകുന്നത് സുവിശേഷം പറയുമ്പോൾ തിരസ്കരണമുള്ള ഒരു സമയങ്ങൾ കടന്നു വരും. നമുക്കറിയാം, യഹൂദൻ്റെ ദൈവരാജ്യം ദൈവം അതിനെ നിർത്തൽ ചെയ്യാൻ കാരണം യഹൂദിൻ്റെ തിരസ്കരണമായിരുന്നു. യഹൂദൻ അതിനെ തിരസ്കരിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ ആ പദ്ധതി ദൈവം നിർത്തൽ ചെയ്തിട്ട് ജാതികൾക്ക് ഈ രക്ഷ കൊടുത്തത്. ജാതികൾക്ക് ഇന്ന് ഈ രക്ഷ കൊടുത്തിട്ട് 2000 വർഷമായി. എന്നാൽ ഈ ജാതികളും അവസാന കാലത്ത് യഹൂദന്മാർ തിരസ്കരിച്ച് കളഞ്ഞതുപോലെ തന്നെയുള്ളൊരു തിരസ്കരണം ജാതീയ ലോകത്ത് സംഭവിക്കും. അപ്പോൾ ദൈവം ചെയ്യും, ജാതികളിൽ നിന്നും ഈ രക്ഷ വീണ്ടും നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് കടന്നു പോകും. അപ്പോൾ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? നമുക്കൊരു വാക്യം നമുക്കൊന്ന് വായിക്കാം. അതായത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഇത്രയും കഷ്ടങ്ങളിലൂടെ കടന്നു പോകും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. അതിൻ്റെ 20ഉം 22ഉം വാക്യങ്ങൾ മാത്രം നമുക്കൊന്ന് വായിക്കാം. 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 21 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 20 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിൻ്റെ ദയയും ഗണ്യതവും കാണുക. വീണവരിൽ ദൈവത്തിൻ്റെ ഗണ്യതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 11-ന്റെ 13 പറയുന്നുണ്ട്, ഞാൻ ജാതികളായ നിങ്ങളുടെ അപ്പോസ്തലനാണ്, ജാതികളുടെ അപ്പോസ്തലനാണ് ഞാൻ. അപ്പോൾ ഈ ലോകത്തിലുള്ള സകല ജാതികൾക്കും വേണ്ടി ദൈവം ഒരു അപ്പോസ്തലനെയാണ് എഴുന്നേൽപ്പിച്ചത്. അതിനോട് ചേർന്ന് ചില അപ്പോസ്തലന്മാരെയും ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ജാതികളോട് ഈ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുവാൻ ഇദ്ദേഹത്തിനൊരു കൃപ ദൈവം കൊടുത്തു. അങ്ങനെ ഈ സുവിശേഷം അറിയിച്ചപ്പോൾ ജാതികളോട് പറയുകയാണ്, സ്വാഭാവിക കൊമ്പായ യഹൂദനെ ദൈവം അവരാ തിരസ്കരണം മൂലം, അനുസരണക്കേട് മൂലം വെട്ടിക്കളഞ്ഞു. എങ്കിൽ നിന്നെയും ദൈവം ആദരിക്കാതെ വന്നേക്കും. എന്തുകൊണ്ട്? ഞെളിയാതെ ഭയപ്പെടുക. കാരണം നിനക്ക് വേണ്ടിയാണ് ഈ രക്ഷ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ജാതികൾ രക്ഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ദൈവം തുറന്നിരിക്കുന്ന ഈ കൃപയുടെ സുവിശേഷത്തെ ജാതീയ ലോകം തിരസ്കരിക്കുകയാണെങ്കിൽ യഹൂദരെ വെട്ടിക്കളഞ്ഞതുപോലെ തന്നെ ജാതീയ ലോകത്തെയും ദൈവം വെട്ടിക്കളയുമെന്നുള്ളതാണ് അവിടുത്തെ മുന്നറിയിപ്പ്. മനസ്സിലായോ? അപ്പോൾ റാപ്ചറിന് മുന്നുള്ള അടയാളം, വ്യക്തമായ അടയാളം, അവസാനം നമുക്ക് ഈ സുവിശേഷത്തിൻ്റെ തിരസ്കരണവും ദുരുപദേശവും കടന്നു വരും. ഞാൻ ഒന്നുകൂടിയും ആ പോയിന്റ് ഒന്ന് വ്യക്തമാക്കാം. എന്ന് പറഞ്ഞാൽ റാപ്ചറിന് മുന്നായി അല്ലെങ്കിൽ നമുക്ക് ലക്ഷണമായി, അടയാളമായി ദൈവം തരുന്ന 1-2 കാര്യങ്ങളാണ്. ഒന്ന്, ദുരുപദേശം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സത്യം കേൾക്കാൻ ഇഷ്ടമില്ലാതെ കർണരസം അതിൻ്റെ പുറകെ ഓടുന്നൊരു കാലഘട്ടം, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുന്നൊരു കാലഘട്ടം. പിന്നെ പറയുകയാണ്, വിജാതീയർ ഈ രക്ഷയെ, ഈ സുവിശേഷത്തെ തിരസ്കരിച്ചുകൊണ്ട് ഈ സുവിശേഷം പറയുന്നവരെ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ വചനം ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ചെവി പൊത്തിക്കൊണ്ട് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നതുപോലെ ജാതീയ ലോകത്തോട് രക്ഷിക്കപ്പെടുവാൻ വേണ്ടി സുവിശേഷം കൊടുത്തിട്ട് ഈ സുവിശേഷം വേണ്ട, നിങ്ങൾ പറയണ്ട എന്ന് പറയുന്നൊരു സാഹചര്യം വരുമ്പോൾ ഏറെക്കുറെ നമുക്കറിയാം ലോകത്ത് ഈ സാഹചര്യം ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ
അവിടെ വലിയൊരു സംഭവത്തിൻ്റെ ഒടുവിൽ കർത്താവിൻ്റെ റാപ്ചർ സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ താഴേക്കുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, 6-ാം മുദ്ര പൊട്ടിയപ്പോൾ 12-ാം വാക്യം, വലിയൊരു ഭൂകമ്പമുണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു എന്ന് പറഞ്ഞ് താഴേക്ക് വായിക്കുമ്പോൾ പുസ്തകം ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുന്ന് ആകാശം കീറിക്കൊണ്ട് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ നമ്മെ ഇവിടെ ആകാശം കീറിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്നും എടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു വലിയ ചരിത്ര സംഭവമായി മാറുന്ന ഇത് കാണുമ്പോൾ ലോകത്തുള്ള സകല മനുഷ്യരും ഞെട്ടിവിറയ്ക്കുന്ന ഒരു കാഴ്ചയായിരിക്കും റാപ്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണവേളയിലും പുനരുദ്ധാന വേളയിലൊക്കെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ പാറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി, ഇവൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു, ദൈവപുത്രനായിരുന്നു എന്ന് പറയത്തക്കവണ്ണം പടയാളികൾ പേടിച്ചു വരച്ചതുപോലെ റാപ്ചർ സംഭവിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന സുവിശേഷം തിരസ്കരിച്ചവർ മനസ്സിലാക്കും, ഇതാ കർത്താവ് വന്നിരിക്കുന്നു. ലോകത്തിൽ കാണാത്ത വലിയൊരു സംഭവം കാണുമ്പോൾ, റാപ്ചർ സംഭവിക്കുമ്പോൾ ഈ ലോകം ഞെട്ടിവറയ്ക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 6-ാം അധ്യായത്തിൻ്റെ 6-12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് 1-2 കാര്യങ്ങളോട് ഇത് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ റാപ്ചറായി പോയി കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അല്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപേ നിൽക്കേണ്ടതാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് ഉപദേശ രൂപേണ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു വെളിപ്പെടുത്താത്തതും പിന്നീട് പൗലോസിന് വെളിപ്പെട്ടതും അതിനുശേഷം യേശുക്രിസ്തുവും പൗലോസിനും വെളിപ്പെടുത്താതെ കിട്ടിയ അല്ലെങ്കിൽ വെളിപ്പെടുത്താതിരുന്ന കാര്യങ്ങൾ കർത്താവ് ഇവിടെ യോഹന്നാന് കൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പൗലോസിന് കൊടുത്തിരിക്കുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, നമുക്ക് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നിന്ന് പ്രതിഫലങ്ങളെ വാങ്ങേണ്ടതുണ്ട്. ഇതെല്ലാം ഉപദേശ രൂപേണ വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ റിയാലിറ്റി കാണിച്ചു കൊടുക്കുവാൻ ദൈവം യോഹന്നാനിൽ തിരുമനസ്സായി. എന്ന് പറഞ്ഞാൽ യോഹന്നാനോട് ചോദിക്കുകയാണ്. 7-ാം അധ്യായത്തിൽ നമുക്ക് ചില വാക്യങ്ങളൊന്ന് വായിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ദാനം, കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ പ്രവൃത്തിയിൽ കാരണമല്ല എന്ന് പറയുന്ന രക്ഷദാനമായി ലഭിച്ചൊരു കൂട്ടരാണ് അവിടെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തൊരു ജനമായി. ഇവിടെ 6-ാം അധ്യായത്തിൽ റാപ്ചർ കഴിഞ്ഞ് ഇവിടെ 7-ാം അധ്യായത്തിൽ വരുമ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. ഈ കൂട്ടരെ യോഹന്നാൻ എന്ന് ദൈവം കാണിച്ചു കൊടുത്തു. 13-14 വാക്യങ്ങൾ, മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നുവെന്ന് ചോദിച്ചു. യജമാനൻ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ തനിക്ക് അറിയില്ല എന്ന് തന്നെയാണ് അർത്ഥം. എന്നിട്ട് പറയുകയാണ്, അവൻ എന്നോട് പറഞ്ഞു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി കഴുകി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. മനസ്സിലായോ? അപ്പോൾ യോഹന്നാൻ അറിയാത്ത ഇത്ര വലിയൊരു മഹാപുരുഷാരത്തെ കാണിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാം, രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ നിന്നും കൃപയുടെ സുവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു. ഇന്ന് 2000 വർഷമായിട്ട് കൃപയുടെ സുവിശേഷമാണ് നിലവിലുള്ളത്. കൃപയാൽ വിശ്വാസത്താൽ സൗജന്യമായി വിശ്വാസത്താൽ പ്രവൃത്തിയൊന്നും കൂടാതെ രക്ഷിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ക്രൂശിലുള്ള ആഴമായ വിശ്വാസത്താൽ ലഭിക്കുന്ന രക്ഷ ഏറ്റെടുത്ത ഒരു വലിയ രക്ഷിതഗണം ക്രിസ്തുവിൻ്റെ രക്തത്താൽ ദാനമായി ലഭിച്ച രക്ഷയും ഏറ്റെടുത്തുകൊണ്ട് ഒരു കുരുത്തോലയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ച യോഹന്നാൻ കാണുകയാണ്. ഇവരാരാണെന്ന് ചോദിച്ചപ്പോൾ യോഹന്നാൻ അറിയുന്നില്ല. കാരണം എന്താ? ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഉപദേശ സംഹിതകളെക്കുറിച്ചോ ഇങ്ങനൊരു കൂട്ടത്തെ ഉണ്ടാക്കി സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യങ്ങളെയൊന്നും കുറിച്ച് യോഹന്നാൻ അറിവില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ അറിവുണ്ടായ കാര്യം ദൈവരാജ്യ സംബന്ധമായിട്ടുള്ള അറിവാണ് അദ്ദേഹത്തിനുണ്ടായത്. നമുക്കറിയാം, പത്രോസിന് പോലും ആ കാര്യങ്ങൾ അല്പമായിട്ട് മാത്രമാണ് മനസ്സിലായിരുന്നത്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് തൻ്റെ ലേഖനത്തിൽ 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 15 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ പ്രിയ സഹോദരനും നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ, അവന് ദൈവം കൊടുത്ത വെളിപ്പാടനുസരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗ്രഹിക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്താണ് ഗ്രഹിക്കാൻ പ്രയാസമുള്ള കാര്യം? പത്രോസും കൂട്ടരും പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുക. എന്നാൽ പൗലോസ് പറയുകയാണ്, അതിനല്ല, നമ്മൾ ഉന്നതത്തിലുള്ള സ്വർഗത്തിലുള്ളതിനെ നമ്മൾ കാത്തിരിക്കാൻ പറയുകയാണ്. മനസ്സിലായോ? അപ്പോൾ തന്നെ പ്രത്യാശയിൽ ഒത്തിരി വ്യത്യാസങ്ങൾ. പൗലോസ് പറയുന്ന കാര്യങ്ങളല്ല പത്രോസ് പറയുന്നത്. ഇവിടെ പത്രോസ് പറയുകയാണ് കർത്താവിൻ്റെ ആ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ പറയുകയാണ്. എന്നാൽ പൗലോസ് പറയുകയാണ് ആ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയിട്ടല്ല, റാപ്ചറിന് വേണ്ടി ഒരുങ്ങാൻ പറയുകയാണ്. കാരണം എന്താ? തനിക്കൊരു വെളിപ്പാടിനാൽ ഒരു സത്യം മനസ്സിലായി. അതിലൂടെ ഉരുത്തിരിഞ്ഞ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കുള്ളത് മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവ് വരുന്നതല്ല, മറിച്ച് റാപ്ചറിൽ നാം എടുക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ് എന്ന് പൗലോസ്
പത്രോസിന് അല്പമായി ഗലാത്യ ലേഖനം 2-ാം അധ്യായം വായിച്ചാൽ അതിൽ ഗ്രഹിപ്പിക്കുന്നതായി കാണാം. അങ്ങനെ പത്രോസിന് അല്പം ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത് രണ്ട് പദ്ധതിയാണെന്ന് പത്രോസിന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് നമ്മുടെ പൗലോസിന് അവർക്ക് ശുശ്രൂഷയുടെ വലങ്കര കൊടുത്തുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിങ്ങൾ തികച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് പത്രോസിനെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കും പൗലോസിനെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കും പോയി. ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റും ബോഡി ഓഫ് ക്രൈസ്റ്റും രണ്ടാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ പന്തിരുവർക്ക് അറിയാത്ത ചില കാര്യങ്ങൾ ദൈവം പൗലോസിലൂടെ വെളിപ്പെടുത്തി കൊടുത്തതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, റാപ്ചറിന് എന്താണ് അടയാളം എന്ന് പറയുന്നത്? ചുരുക്കത്തിൽ നാം പറഞ്ഞു കഴിഞ്ഞാൽ അനേകം കഷ്ടത്തിലൂടെ നാം സ്വർഗത്തിലെത്തി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നിന്നുകൊണ്ട് പ്രതിഫലങ്ങളെ കൊടുക്കുന്ന വെളിപ്പാട് 7-ാം അധ്യായത്തിൽ 15 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മുൻപാകെ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മുടെ കണ്ണുനീരുകൾ ദൈവം തുടച്ചു മാറ്റുന്നു എന്ന് പറഞ്ഞ് നമുക്കവിടെ പ്രതിഫലം നൽകുന്നതായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും ചെയ്തതിന് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിപ്പാൻ നമ്മൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നിൽക്കണം എന്നാണ് പൗലോസ് പറഞ്ഞ് നിർത്തിയതെങ്കിൽ ഇവിടെ ഇതാ റാപ്ചറായി നാം അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് യോഹന്നാന് കൊടുത്തിരിക്കുന്നത്. വെളിപ്പാടിൽ നമ്മൾ ഇല്ല എന്നല്ല പഠിപ്പിക്കേണ്ടത്, മറിച്ച് വെളിപ്പാടിൽ നമ്മളെ കണ്ടെത്താൻ നമുക്ക് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്ക് പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം. കാരണം വെളിപ്പാടിൽ നമ്മളുണ്ട്, നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളുണ്ട്. തുടർന്ന് 7-ാം മുദ്രകളൊക്കെ പൊട്ടിച്ച് ന്യായവിധി നടത്തുമ്പോൾ കർത്താവിനോടുകൂടെ നാം ഈ ലോകത്തെയും ദൂതന്മാരെയും വിധിക്കുമെന്നുള്ള വചനം നിവർത്തിച്ചുകൊണ്ട് കർത്താവിനോടുകൂടെ നമ്മളായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ റാപ്ചറിനുള്ള വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് കൃപയാൽ വിശ്വാസത്താൽ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു, എൻ്റെ പാപത്തിന് പരിഹാരം യേശു ക്രിസ്തുവിലാണ് ഉള്ളത് എന്നുള്ള ആഴമായ വിശ്വാസം മാത്രം മതി നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സ്നാനം കഴിപ്പിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേർത്ത് ആ കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ നാം റാപ്ചറായി നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന് പറഞ്ഞ തിരുവെഴുത്ത് നിവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നിന്നുകൊണ്ട് നാം പ്രതിഫലങ്ങളെ വാങ്ങും. നാം വളരെ സന്തോഷത്തോടു കൂടി ദൈവസന്നിധിയിലായിരിക്കും. ഈ ഒരു പ്രത്യാശയിലേക്ക് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, വരും കാലങ്ങളിൽ ദുർഘട സമയങ്ങൾ വരും, സത്യം കേൾക്കാതെ കെട്ടുകഥ കേൾക്കുന്ന കാലം വരും. നീ നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക. മനസ്സിലായോ? അങ്ങനെ നിന്റെ ശ്രോതാക്കളെ നീ നേടുക, കഷ്ടത്തിലും സുവിശേഷകന്റെ വേല ചെയ്യുക, ഈ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് കേട്ട് രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹമുള്ളവർ രക്ഷിക്കപ്പെട്ടോളും, ഇല്ലാത്തവർ ഇതൊന്നും തിരിച്ചറിയാതെ അടിക്കടി അതപ്പതിച്ച് നാശത്തിലേക്ക് ചെല്ലുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സൗജന്യ രക്ഷ ഇന്ന് ഏറ്റെടുക്കുവാൻ, കർത്താവിൻ്റെ റാപ്ചറിന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.